എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചില വാക്കുകൾ, ചില ഓർമ്മകൾ, ചില സംഭവങ്ങൾ ഒരു നിമിഷം കൊണ്ട് നമ്മളെ വേദനിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു പഴയ മുറിവ് വീണ്ടും നമ്മളെ വേദനിപ്പിക്കും. അപ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കും, എനിക്ക് എപ്പോഴാണ് ഇതിൽ നിന്ന് പൂർണ്ണമായും ഒരു മോചനം ലഭിക്കുക എന്ന്. നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ മുറിവുകളാണ് ഈ വേദനകൾക്ക് കാരണം. ഒരു പക്ഷേ അത് കുട്ടിക്കാലത്ത് സംഭവിച്ച അവഗണനയാകാം, ഒരു പ്രിയപ്പെട്ട വ്യക്തിയുടെ വേർപാടാകാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞ് വേദനിപ്പിച്ച വാക്കുകളാകാം. ഈ മുറിവുകൾ ഒരു മുറിപ്പാട് പോലെ നമ്മുടെ മനസ്സിനെ പിന്തുടരുകയാണ്. പുറമേ നിന്ന് പിന്നെ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കും. എങ്ങനെയാണ് ഈ മുറിവുകളിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടുക? അതിനുള്ള വഴി ഡീപ്പ് ഹീലിംഗ് നേടുക എന്നതാണ്. നിങ്ങൾ പുറമേ നിന്ന് മറ്റാരെയും ആശ്രയിക്കാതെ നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക. അതിനുള്ള ആദ്യപടി നിങ്ങളുടെ വേദനകളെ അംഗീകരിക്കുക എന്നതാണ്. നിങ്ങളുടെ വിഷമങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുക. ആ വേദനയെ സ്വയം മനസ്സിലാക്കി അതിനെ ഉൾക്കൊള്ളാൻ പഠിക്കുക. നിങ്ങളെ വേദനിപ്പിച്ചവരോടും ക്ഷമിക്കാൻ ശ്രമിക്കുക. ക്ഷമ എന്നത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയാണത്. മറ്റൊരാൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ മുറിവുള്ളത് കൊണ്ടാണ്. ആ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വാക്കും, ഒരു നോട്ടവും, ഒരു സംഭവവും നിങ്ങളെ അലട്ടുകയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് തന്നെ സ്ഥാനമില്ലാതായി കഴിഞ്ഞു. ഇത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല. അതിന് ക്ഷമയും സമയവും ആവശ്യമാണ്. ചിലപ്പോൾ ഒരു വിദഗ്ധന്റെ സഹായം തേടേണ്ടി വന്നേക്കാം. അതൊരു കുറവായി കാണേണ്ടതില്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുക്കുന്ന മികച്ച ഒരു തീരുമാനമായി അതിനെ കാണണം. നിങ്ങളുടെ മനസ്സിനെ ചികിത്സിക്കാൻ നിങ്ങൾ തയ്യാറായതിൻ്റെ സൂചനയാണിത്. നമ്മുടെ മനസ്സിനെ നമ്മൾ എത്രത്തോളം ശുദ്ധീകരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് സന്തോഷിക്കാൻ കഴിയും. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ജീവിതത്തെ അതിൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ആഴത്തിലുള്ള സൗഖ്യം. അതുകൊണ്ട് ഡീപ്പായി ഹീലിംഗ് സംഭവിച്ചാൽ ഒന്നും നിങ്ങളെ വേദനിപ്പിക്കില്ല എന്ന് പറയുന്നത്. നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരുടെ കയ്യിലല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. സ്വന്തം മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനെ ചികിത്സിക്കുന്നവൻ ഒരു പോരാളിയാണ്. വേദനകളെ അംഗീകരിക്കുക, അവയോട് ക്ഷമിക്കുക, എന്നിട്ട് പൂർണ്ണമായി ഹീലിംഗ് പ്രാപിക്കുക. അപ്പോൾ ഒരു വെല്ലുവിളികൾക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. സ്വയം സ്നേഹിക്കുക. നിങ്ങളുടെ മുറിവുകൾ നിങ്ങളെ മോശം വ്യക്തിയാക്കുന്നില്ല, അത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്യുന്നത്. ഈ മുറിവുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും. മുറിവുകൾ ഉണങ്ങുമ്പോൾ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി മാറും. ഇനി നിങ്ങളെ വേദനിപ്പിക്കാൻ എളുപ്പത്തിൽ ഒന്നിനും കഴിയില്ല. നിങ്ങൾ സ്വയം അംഗീകരിച്ചു, സ്വയം സ്നേഹിക്കാൻ പഠിച്ചിരിക്കുന്നു. ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഉള്ളിലെ മുറിവുകൾ ആഴത്തിലുള്ള വേദനകൾക്ക് കാരണമാകുന്നു. ആ മുറിവുകൾ ഉണക്കാൻ പുറമേയുള്ള സാഹചര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് വേണ്ടത്. വേദനകളെ അംഗീകരിക്കുകയും അവയോട് ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാവുകയും മുറിവുകൾ ഉണങ്ങുകയും ചെയ്യും. ഈ യാത്ര എളുപ്പമല്ല, പക്ഷെ അത് നൽകുന്ന സമാധാനവും കരുത്തും വളരെ വലുതാണ്. നിങ്ങൾ സ്വന്തം മനസ്സിനെ ശുദ്ധീകരിച്ച് സ്വയം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിലെ വെല്ലുവിളികൾ നിങ്ങളെ തളർത്താതെ നിങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമാകും. ആഴത്തിലുള്ള ഈ ഹീലിംഗ് നേടുന്നവർ ഒരു പുതിയ വ്യക്തിയായി ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും.